ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിവിംബിളിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പല്ലാസോ പാൻറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ടാണ്. ഞാനിവിടെ പല്ലാസോ പാൻറ്റ് കട്ട് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ നിന്നും നേരിട്ട് മെഷർമെൻറ്റ് എടുത്തിട്ടുള്ള ആ ഒരു അളവ് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ റെഡിമെയ്ഡ് പല്ലാസോ പാൻറ്റ് ഉണ്ടെങ്കിൽ അതിന് മുകളിൽ വെച്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ 2 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഇതുപോലെ 4ആയി മടക്കി വെച്ചിട്ട് നമ്മുടെ സൈഡ് ഫോൾഡ് ചെയ്ത ഭാഗവും അതുപോലെ ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ ഓപ്പൺ സൈഡുമാണ്. ഈ രീതിയിൽ വേണം നമ്മൾ തുണി നിവർത്തിയിട്ട് കൊടുക്കാൻ. ഞാനിത് നിങ്ങൾക്ക് കുറച്ചുകൂടി വിശദമായിട്ട് ഈ പേപ്പറിൽ എങ്ങനെ മടക്കിയിട്ടിരുന്ന് കാണിച്ചു തരാം. ഇതുപോലെ വീതി കൂടിയ ഭാഗത്തേക്ക് തുണീനെ ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും അതിനെ ഒന്നുകൂടെ ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ മാർക്കിങ്ങുകൾ ചെയ്യുന്നത്. ഇതുപോലെ ഫോൾഡ് ചെയ്ത സൈഡ് നമ്മുടെ സൈഡിലേക്കും അതുപോലെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് ഞാനിവിടെ തുണി നിവർത്തിയിട്ടിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ മാർക്കിങ്ങുകളൊക്കെ ചെയ്യുന്നത്. പല്ലാസോ പാൻറ്റ് കട്ടിങ്ങിനായിട്ട് നമുക്ക് 3 മെഷർമെൻറ്റ്സാണ് വേണ്ടത്. പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത്ത്, അതുപോലെ ഹിപ്പ് റൗണ്ട്, പിന്നെ വേസ്റ്റ് റൗണ്ട്. ഈ 3 മെഷർമെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ പല്ലാസോ പാൻറ്റ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ എനിക്ക് പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത് 41 ഇഞ്ചാണ്. അടുത്തത് ഹിപ്പ് റൗണ്ടാണ്. ഹിപ്പ് റൗണ്ട്, സീറ്റ് റൗണ്ട്, സ്ലിറ്റ് റൗണ്ട് ഈ 3ഉം ഒന്ന് തന്നെയാണ് കേട്ടോ. ഞാൻ ഇതിനെ ഹിപ്പ് റൗണ്ട് എന്നാണ് പറയുന്നത്. എനിക്ക് കിട്ടിയ ഹിപ്പ് റൗണ്ട് 40 ഇഞ്ചാണ്. ചുരിദാറിൻ്റെ സ്ലിറ്റ് തുടങ്ങുന്ന ആ ഒരു ഭാഗത്തെ വണ്ണമാണ് ഹിപ്പ് റൗണ്ട് മെഷർമെൻ്റ് ആയിട്ട് എടുക്കുന്നത്. അടുത്ത് നമുക്ക് വേണ്ട അളവാണ് വേസ്റ്റ് റൗണ്ട്. എൻ്റെ വേസ്റ്റ് റൗണ്ട് 35 ഇഞ്ചാണ്. പാൻറ് ഇടുമ്പോൾ പാൻറ്റിൻ്റെ ഇലാസ്റ്റിക് വരുന്ന ആ ഒരു ഭാഗത്തെ വണ്ണം, അതാണ് നമ്മൾ വേസ്റ്റ് റൗണ്ടായിട്ട് എടുക്കുന്നത്. പല്ലാസോ പാൻറ്റ് കട്ട് ചെയ്യാനായിട്ട് 3 മാർക്കിങ്ങുകളാണ് വേണ്ടത്. വേസ്റ്റിൻ്റെ വിഡ്ത്ത്, അതുപോലെ ക്രോച്ച് ലെങ്ത്ത്, അതുപോലെ ബോട്ടം വിഡ്ത്ത്. ഈ 3 മാർക്കിങ്ങുകളും നമുക്ക് ചെറിയൊരു കാൽക്കുലേഷനിലൂടെ കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അതിനായിട്ട് എൻ്റെ പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത്ത് 41 ഇഞ്ചാണ്. നമ്മൾ പാൻറ്റിൽ ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതിനായിട്ട് 2 ഇഞ്ച് മുകളിൽ ഈ ഒരു ഭാഗത്ത് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ വിടുകയാണ്. അതുപോലെ തന്നെ ഈ പാൻറ്റിൻ്റെ താഴത്തെ ഭാഗത്തും ഇതുപോലെ 1 ഇഞ്ച് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടും വിടുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 44 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യാണ് വേണ്ടത്. അടുത്ത് നമുക്ക് വേസ്റ്റിൻ്റെ വിഡ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ഹിപ്പ് റൗണ്ട് എടുക്കുക. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ ഹിപ്പ് റൗണ്ട് 40 ഇഞ്ചാണ്. 40 ഇഞ്ചിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടുക. ഈ 3 ഇഞ്ച് എന്നുള്ളത് എല്ലാവർക്കും സെയിം തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന ഹിപ്പ് റൗണ്ടിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടുക. ഈ ഒരു കാൽക്കുലേഷൻ എല്ലാവർക്കും ശരിയായിരിക്കും. ഇവിടെ എനിക്ക് 10 ഇഞ്ചാണ് ഹിപ്പ് റൗണ്ട് കിട്ടിയത്. അതിൻ്റെ കൂടെ ഞാൻ 3 ഇഞ്ച് കൂട്ടിയിട്ട് 13 ഇഞ്ച് കിട്ടി. അത് ഞാനിവിടെ വേസ്റ്റിൻ്റെ വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ നിങ്ങൾക്ക് വേറൊരു ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങളുടെ ഹിപ്പ് റൗണ്ട് 36 ഇഞ്ചാണെന്ന് വിചാരിക്കുക. ഈ 36 ഇഞ്ചിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 9 ഇഞ്ചാണ് കിട്ടുക. 36ൻ്റെ 4 ഭാഗം 9 ഇഞ്ച്. അതിൻ്റെ കൂടെ ഈ 3 ഇഞ്ച് ഇതുപോലെ കൂട്ടുക. അപ്പോൾ നമുക്ക് 12 ഇഞ്ച് കിട്ടും. ഈ 12 ഇഞ്ചാണ് ഇവിടെ വേസ്റ്റ് വിഡ്ത്തായിട്ട് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത് ക്രോച്ച് ലെങ്ത് ആണ് വേണ്ടത്. ക്രോച്ച് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ചെറിയൊരു ഇക്വേഷൻ കൂടി ഉണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. ക്രോച്ച് ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മളുടെ ഹിപ്പ് റൗണ്ട് തന്നെയാണ് വേണ്ടത്. എൻ്റെ ഹിപ്പ് റൗണ്ട് 40 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാനിവിടെ 5 ഇഞ്ച് കൂട്ടുകയാണ്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് 45 ഇഞ്ച് കിട്ടും. ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 15 ഇഞ്ചാണ് കിട്ടുക. ഇതാണ് നമ്മൾ ക്രോച്ച് ലെങ്ത്തായിട്ട് ഈ 2 ഇഞ്ച് വിട്ടിട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് താഴേക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഈ 5 ഇഞ്ച് എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെ എടുക്കണം കേട്ടോ. ഇവിടെ ഞാൻ 36 ഇഞ്ചിൻ്റെ അളവ് കൂടി കാണിച്ചു തരാം. 36ൻ്റെ കൂടെ 5 ഇഞ്ച് കൂട്ടി. അപ്പോൾ നമുക്ക് 41 ഇഞ്ച് കിട്ടി. അതിന് നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 13.5 കിട്ടി കേട്ടോ. ഈ ഒരു 13.5 ഇഞ്ചാണ് നമ്മൾ
മുകളിൽ നിന്ന് 2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ താഴേക്ക് ക്രോച്ച് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്യണത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. ഇനി നമുക്കിത് തുണിയിലേക്ക് മാർക്ക് ചെയ്യാം. ആദ്യം നമുക്ക് പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യാം. ഇവിടെ എൻ്റെ ഫുൾ ലെങ്ത് 41 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ഇലാസ്റ്റിക് വെക്കാനും താഴെ മടക്കി അടിക്കാനും 1 ഇഞ്ച് നമ്മൾ വിട്ടിട്ടുണ്ട്. അങ്ങനെ 44 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ആദ്യം ഇലാസ്റ്റിക് വെക്കാനുള്ള 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ തുണിയുടെ ഏറ്റവും മുകളിൽ 2 ഇഞ്ച് വീതം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്കൊരു സ്ട്രൈറ്റ് ലൈന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യാം. അതിനായിട്ട് ഈ 2 ഇഞ്ച് വിട്ടിട്ടുള്ള ഈ ഒരു പോയിന്റിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള ഫുൾ ലെങ്ത് എത്രയാണോ അതാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എൻ്റെ ബോഡിയിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ ഫുൾ ലെങ്ത് 41 ഇഞ്ചാണ്. അത് ഞാനിതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 41 ഇഞ്ച് പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനതിവിടെ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് താഴെ മടക്കി അടിക്കാനുള്ള 1 ഇഞ്ചും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ സ്കെയിൽ വെച്ചൊന്ന് വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കി വരുന്ന എക്സ്ട്രാ തുണി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അടുത്തത് വേസ്റ്റിൻ്റെ വിഡ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ വേസ്റ്റിൻ്റെ വിഡ്ത്ത് നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ വേസ്റ്റിൻ്റെ വിഡ്ത്ത് 13 ഇഞ്ചാണ്. അത് നമ്മൾ ഈ ഒരു തുണിയുടെ ഏറ്റവും മുകളിൽ ഈ ഭാഗത്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നമുക്ക് 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയുള്ള മെഷർമെൻറ്റ്സൊക്കെ നമ്മൾ 2 ഇഞ്ച് ഇലാസ്റ്റിക് വെക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അടുത്തത് ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്യാം. ക്രോച്ച് ലെങ്ത് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 15 ഇഞ്ചാണ് എൻ്റെ ക്രോച്ച് ലെങ്ത്. അത് ഞാനിവിടെ ഈ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നിന്നും ഇതുപോലെ താഴേക്ക് ഞാൻ 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ക്രോച്ച് ലെങ്ത് കിട്ടിയിട്ടുള്ളത് അത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ആ പോയിന്റിൽ നിന്നും മുകളിലേക്ക് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ക്രോച്ച് ലെങ്ത് കിട്ടിയിട്ടുള്ള ഈ ഒരു പോയിന്റിൽ നിന്നും മുകളിലേക്ക് ഇതുപോലെ 2 ഇഞ്ച് നീട്ടി വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്നും നമുക്ക് മുകളിലേക്ക് 1.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആം ഹോളൊക്കെ കർവ് ചെയ്ത് വരയ്ക്കുന്നത് പോലെ ഇതുപോലെ നമുക്ക് 2 സൈഡ് തമ്മിൽ കർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് കാലിൻ്റെ അവിടെ ഇറുക്കം വരാതിരിക്കാനാണ്. അങ്ങനെ നമ്മുടെ ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് പാൻറ്റിൻ്റെ ബോട്ടം വിഡ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യണം. ഇവിടുത്തെ വിഡ്ത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾക്കൊന്ന് സ്കേർട്ട് പോലെ വിരിഞ്ഞ് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം മൊത്തം നിങ്ങൾക്ക് പാൻറ്റിൻ്റെ വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ 13 ഇഞ്ചോ അല്ലെങ്കിൽ 14 ഇഞ്ചോ മാക്സിമം വെച്ചാൽ മതി. ഞാനിവിടെ 13 ഇഞ്ചാണ് എൻ്റെ ബോട്ടം വിഡ്ത്ത് വെക്കുന്നത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പോടി ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുകളിലെ ഈ ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റിൽ നിന്നും താഴെ നമ്മുടെ ബോട്ടം വിഡ്ത്തിൻ്റെ ആ ഒരു മാർക്കിങ്ങിലേക്ക് ഇങ്ങനെ സ്കെയിൽ വെച്ച് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുമ്പോൾ നമ്മളുടെ പല്ലാസോ പാൻറ്റ് സ്കേർട്ട് പോലെ നല്ല വിരിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ വിരിഞ്ഞ് നിൽക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിഡ്ത്ത് കുറയ്ക്കാവുന്നതാണ്. നമ്മുടെ പല്ലാസോ പാൻറ്റിൻ്റെ മാർക്കിങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ മാർക്കിങ്ങിലൂടെ തന്നെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമാവുകയാണെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അതോടൊപ്പം കമൻറ്റ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാലേ എനിക്ക് കൂടുതൽ നല്ല ടോപ്പിക്കുകളായിട്ട് അടുത്ത വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ ഉണ്ടായിരിക്കുള്ളൂ. ഇവിടെ നമ്മൾ പാൻറ്റിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്ന ഈ ഒരു ഭാഗത്ത് ഒരു നോച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് പാൻറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് കാലിൻ്റെ വണ്ണം ഇത്ര വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ വണ്ണം നമുക്ക് കുറച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ഫുൾ വിഡ്ത്ത് തന്നെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പാൻറ്റിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം.
ഇവിടെ 2 പീസ് തുണികളാണുള്ളത്. അതിൽ ഒരു സൈഡിലെ തുണി നമുക്ക് ഇതുപോലെ നല്ല ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ നിവർത്തിയിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ മറ്റേ തുണിയുടെ നല്ല ഭാഗവും ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുകയാണ്. അതായത് 2 തുണികളുടെയും നല്ല ഭാഗങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ 2 സൈഡിലെയും 1/2 ഇഞ്ച് വീതം ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മളുടെ വേസ്റ്റിൻ്റെ വിട്ട് മുതൽ ക്രോച്ച് ലെങ്ത് വരെയുള്ള ഒരു ഭാഗമാണ് കേട്ടോ. അത് നമുക്ക് ആ ക്രോച്ചിൻ്റെ ആ കർവ് വരുന്ന ആ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്താം. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ഏറ്റവും മുകളിൽ നിന്നും ഈ ഒരു പോയിന്റ് വരെയൊക്കെ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ സ്റ്റിച്ചിങ് തുടങ്ങുന്നിടത്ത് ഇതുപോലെ ലോക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ സ്റ്റിച്ച് കഴിയുന്ന, അതായത് സ്റ്റിച്ച് അവസാനിക്കുന്ന ആ ഒരു ഭാഗത്തും ഇതുപോലെ തന്നെ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ 2-3 പ്രാവശ്യം ഈ സൈഡിൽ തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം വിട്ട്, അതായത് നമ്മുടെ കാലിൻ്റെ താഴത്തെ ആ ഭാഗം, ആ സൈഡ് ഇതുപോലെ ചീത്ത വശത്തേക്ക് തുണി ഇതുപോലെ നിവർത്തിയിട്ടിട്ട് നമ്മൾ 1/2 ഇഞ്ച് വീതം ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ മടക്കി അടിക്കാൻ 1 ഇഞ്ചാണ് ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ട് ഓരോ ഇഞ്ച് വീതം മടക്കിയിട്ട് കുറച്ച് വീതിക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിവിടെ 1/2 ഇഞ്ച് വീതമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഒരു കാലിൻ്റെ താഴ്ഭാഗം നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2 കാലുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് തുണി ഇതുപോലെ നിവർത്തിയിടുക. എന്നിട്ട് ഇതിൻ്റെ ഈ സെൻട്രൽ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് തുറന്നു കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ 2 സൈഡിലെയും കാലുകൾ ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും കേട്ടോ. ഈ പാൻറ്റിൻ്റെ ഈ ഒരു സൈഡ് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. നമുക്കിത് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കാലിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് നിന്നും ഇതുപോലെ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യണേ. സ്റ്റിച്ച് തുടങ്ങുന്നിടത്ത് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം മുകളിലേക്ക് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഈ 2 മാർക്കിങ്ങുകളും ഒരേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇവിടെ വരുന്ന തയ്യൽ തുമ്പ് നമ്മൾ ഇതുപോലെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ ഈ സ്റ്റിച്ചിൻ്റെ ഇവിടെ എത്തുമ്പോൾ ആ ഒരു സൈഡിലെ തയ്യൽ തുമ്പ് നമ്മൾ ഇതുപോലെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ കെട്ടിട്ട് കൊടുക്കുക. ഇങ്ങനെ 2-3 കെട്ട് ആ ഒരു ഭാഗത്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നേരെ താഴേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരികയാണ്. ഇതുപോലെ നമ്മൾ ഈ പാൻറ്റിൻ്റെ താഴെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇവിടെയും നമ്മുടെ ബോട്ടം സൈഡ് ഇതുപോലെ ഒപ്പം വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെയും ഒരു കെട്ടിട്ട് കൊടുക്കുക. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു മെത്തേഡിൽ തന്നെ 2-3 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഞാനിവിടെ ഈ ഒരു ഭാഗത്ത് 3 സ്റ്റിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് ഈ പാൻറ്റിന് ഇലാസ്റ്റിക് വെക്കണം. ആദ്യം പാൻറ്റിന് ആവശ്യമായ ഇലാസ്റ്റിക് നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ എൻ്റെ വേസ്റ്റ് റൗണ്ട് 35 ഇഞ്ചാണ്. 35 ഇഞ്ച് തന്നെ നമ്മൾ ഇലാസ്റ്റിക്കിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് അത് ടൈറ്റ് ഉണ്ടാവില്ല, ലൂസായിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വേസ്റ്റ് റൗണ്ടിൽ നിന്നും 4 ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്യണം കേട്ടോ. അതാണ് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്. നമുക്ക് കിട്ടുന്ന നമ്മുടെ വേസ്റ്റ് റൗണ്ടിൽ നിന്നും 4 ഇഞ്ച് മൈനസ് ചെയ്യുക. എൻ്റെ വേസ്റ്റ് റൗണ്ട് 35 ഇഞ്ചാണ്. അതിൽ നിന്നും ഞാൻ 4 ഇഞ്ച് മൈനസ് ചെയ്തപ്പോൾ എനിക്ക് 31 ഇഞ്ച് കിട്ടി. 31 ഇഞ്ചിൽ ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ വേസ്റ്റ് റൗണ്ട് 36 ഇഞ്ചാണെങ്കിൽ അതിൽ നിന്നും 4 ഇഞ്ച് മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് 32 ഇഞ്ച് കിട്ടും. 32 ഇഞ്ചിലാണ് ഇലാസ്റ്റിക് കട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അതിനായിട്ട് വേസ്റ്റിൻ്റെ ഭാഗത്ത് 2 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. ആ തുണീനെ ഇതുപോലെ നമ്മൾ മടക്കി കൊടുക്കുകയാണ് കേട്ടോ. തുണിയുടെ സെൻട്രൽ ഭാഗത്ത് നിന്ന് വേണം നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങാനായിട്ട്. നമ്മൾ നേരത്തെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ തന്നെ നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ വിരൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിന് മുകളിലേക്ക് തുണീനെ ഇതുപോലെ മടക്കി കൊടുക്കുക. അതിന് ശേഷം ഏറ്റവും അരികത്ത് കൂടെ തന്നെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ആദ്യം ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ
2 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ ഈ തുണി നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇതുപോലെ റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഇലാസ്റ്റിക് കയറ്റി കൊടുക്കുന്നത്. ഇവിടെ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറില്ല. അതുകൊണ്ടാണ് 2 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പറയുന്നത്. ഇതുപോലെ 2 ഇഞ്ചിൽ തന്നെ നമുക്കത് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നല്ല സൈഡിൽ ഇതുപോലെ 2 ഇഞ്ച് ഇങ്ങനെ റൗണ്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ അരയിഞ്ച് ആദ്യം മടക്കി വീണ്ടും ആ ഒരു ലൈൻ വരുന്ന ഭാഗം വരേക്ക് നമ്മളിതുപോലെ മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാ സൈഡും ഒരുപോലെ തന്നെ കറക്റ്റായിട്ട് ആ 2 ഇഞ്ച് ഗ്യാപ്പ് തന്നെ നമുക്ക് മടക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു മെത്തേഡ് പറഞ്ഞത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മൊത്തത്തിൽ നമുക്ക് ഒരേ വിട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സ്റ്റിച്ച് തുടങ്ങിയിട്ടുള്ള ആ ഒരു ഭാഗത്തു നിന്നും 3 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മാർക്കിങ് വരെ നമ്മളുടെ ഈ ഒരു സ്റ്റിച്ചിങ് കൊണ്ട് നിർത്തുക കേട്ടോ. നമ്മളിവിടെ ആ ഒരു മാർക്കിങ് വരെ സ്റ്റിച്ച് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്കത് ഊരിയെടുക്കാം. അതിനുശേഷം ഈ ഒരു ഗ്യാപ്പിൽ കൂടി നമുക്ക് ഇലാസ്റ്റിക് കടത്തിവിടാം. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു സേഫ്റ്റി പിന്നെ ഇലാസ്റ്റിക്കിന് മുകളിൽ ഇതുപോലെ പിൻ ചെയ്തിട്ട് ഇങ്ങനെ ഉള്ളിൽ കൂടെ കടത്തിവിടാണ്. സ്കേർട്ടിൻ്റെ നാടയൊക്കെ കയറ്റുന്നത് പോലെയാണ് നമ്മൾ ഈ ഇലാസ്റ്റിക് ഇതുപോലെ കയറ്റി കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഓപ്പോസിറ്റ് സൈഡിൽ ആ ഒരു ഗ്യാപ്പിൽ കൂടെ നമ്മൾ പുറത്തെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇതുപോലെ ഇലാസ്റ്റിക് കയറ്റുമ്പോൾ ഇലാസ്റ്റിക്കിന് പോകാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിൽ കൂടെ പോവുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് നീങ്ങില്ല. അതുപോലെ നമ്മുടെ സ്റ്റിച്ച് പൊട്ടുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഇലാസ്റ്റിക് കയറ്റിയെടുത്തിട്ടുണ്ട്. ഞൊറികൾ എല്ലായിടത്തും ഒരുപോലെ വരുന്ന രീതിയിൽ ഇതുപോലെ വലിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ 2 ഇലാസ്റ്റിക്കുകളും തമ്മിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ ഇതുപോലെ ഊരി മാറ്റിയതിന് ശേഷം നമുക്ക് 2 സൈഡിലെയും ഇലാസ്റ്റിക്കുകൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വിട്ടിട്ടുള്ള ആ ഒരു 3 ഇഞ്ച് ഗ്യാപ്പില്ലേ, അത് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളുടെ ആ ഒരു ക്രോച്ച് ലെങ്ത്തിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നും 2 സൈഡിലേക്കും ഒരേ വിട്ട് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് തുണി ഇതുപോലെ വലിച്ച് 2 സൈഡും ഒപ്പമൊക്കെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് തുണി ഇതുപോലെ വലിച്ച് പിടിച്ച്, അതായത് നമ്മുടെ ഇലാസ്റ്റിക് എത്ര മാക്സിമം വലിക്കാൻ പറ്റുമോ ആ രീതിയിൽ ഇങ്ങനെ വലിക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യുക. കണ്ടില്ലേ? ഇങ്ങനെ നമുക്ക് റൗണ്ടിൽ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇലാസ്റ്റിക് ഈ തുണിയുടെ ഉള്ളിൽ നിന്നും മടങ്ങാണ്ട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അതിനാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ പല്ലാസോ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി നമുക്കിത് നിവർത്തിയിട്ട് നോക്കാം. നമ്മുടെ പല്ലാസോ പാൻറ്റ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കടയിലൊക്കെ മേടിക്കുന്ന രീതിയിൽ തന്നെ ഭംഗിയിൽ നമ്മുടെ പല്ലാസോ പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിത് നിവർത്തിയിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതൊരു വൈറ്റ് ടോപ്പിനൊക്കെ നന്നായിട്ട് മാച്ച് ചെയ്ത് പോവും. അങ്ങനെ നമ്മുടെ പല്ലാസോ പാൻറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ച് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇതുപോലെയുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസ് നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സ് വന്നിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്ക് താങ്ക്സ്. ബൈ ബൈ.